Welcome to Manorama Horizon. Today we are going to revise this particular topic, that is light reflection and refraction. So let's get started. Now, what is a reflection? Reflection is a phenomenon which is the change in the direction of a wavefront at an interface between two media. എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഒരു വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റു മീഡിയത്തിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒന്നുകൂടിയും റിഫ്ലക്റ്റ് ആവണം between two different media so that the wavefront returns into the medium from which it originated. എന്ന് വെച്ചാൽ ഒരു വേവ് ഫ്രണ്ട് ലൈറ്റിൻ്റെ ഒരു വേവ് ഒരു മീഡിയത്തിൽ ട്രാവൽ ചെയ്യണു, അത് മറ്റേ ഒരു മീഡിയമിനെ ഹിറ്റ് ചെയ്യുമ്പോൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അത് ബൗൺസ് ആവുക ചെയ്യുന്നത് ബാക്ക് ഇൻ ടു ദി ഒറിജിനൽ മീഡിയം. ആ ഫിനോമിനൻ നമ്മൾ എന്താ പറയുക? റിഫ്ലക്ഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ റീഫ്രാക്ഷൻ? In physics, refraction is the bending of a wave as it passes from one medium to another. അപ്പോൾ നമ്മളിപ്പോൾ റിഫ്ലക്ഷൻ മനസ്സിലാക്കിയപ്പോൾ എന്തായിരുന്നു? അത് വേവ് ബൗൺസ് ആവുന്നതാണ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആ വേവ് ബൗൺസ് ആയിട്ട് തിരിച്ച് പഴയ മീഡിയത്തിലേക്ക് തിരിച്ച് പോകണം. ഇൻ ദിസ് കേസ് വാട്ട് വി ഹാവ് ഇസ് ബെൻഡിങ് ഓഫ് ദ വേവ് ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. അപ്പോൾ ഈ കേസിൽ റിഫ്ലക്ഷനിൽ ഉണ്ടാവുന്നത് ആ വേവ് അല്ലെങ്കിൽ ആ ബീം ബെൻഡായിട്ട് ട്രാവൽ ചെയ്യുന്നത്. The redirection can be caused by the wave's change in speed or by a change in the medium. എന്ന് വെച്ചാൽ നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റു മീഡിയത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ അത് കാരണം ഉണ്ടാവുന്ന സ്പീഡ് ചേഞ്ച് കാരണമാണ് റീഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. Now, what kind of reflectors are there? എന്ത് തരം റിഫ്ലക്ടേഴ്സ് ഉണ്ട്? There are two broad types. ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. We can see our image in water or on a piece of mirror, but we cannot see our image on a piece of paper or cardboard. നമ്മൾക്ക് ഒരു മിററിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സർഫസിൽ നമ്മളുടെ ഫേസ് കാണാൻ പറ്റും, പക്ഷേ അത് തന്നെ നമ്മൾക്ക് ഒരു കാർഡ്ബോർഡ് കഷ്ണമോ അല്ലെങ്കിൽ പേപ്പർ കഷ്ണമോ ചെയ്യാൻ പറ്റില്ല. ബോത്ത് ഓഫ് ദം ആർ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്. ലൈറ്റ് രണ്ടിനും റിഫ്ലക്റ്റ് ആവുന്നുണ്ട്, സെയിം ഫിസിക്സാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഒരു കേസിൽ നമുക്ക് ഇമേജ് കാണാൻ പറ്റും, ഒരു കേസിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണ്? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ദ റീസൺ ഫോർ ദാറ്റ് ഇസ് ദർ ആർ ടു ബ്രോഡ് കൈൻഡ്സ് ഓഫ് റിഫ്ലക്ടേഴ്സ്, ദാറ്റ് ഇസ് സ്പെക്കുലർ റിഫ്ലക്ടേഴ്സ് ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്ടേഴ്സ്. അപ്പോൾ നമ്മൾ മിറർ അല്ലെങ്കിൽ വാട്ടറിൻ്റെ സർഫസ് എന്താണ്? അതൊരു സ്പെക്കുലർ റിഫ്ലക്ടർ ആണ്. ഒരു സ്പെക്കുലർ റിഫ്ലക്ടറിൽ നിന്നാവുന്നു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് ബ്രോഡ്ലി ഒരു സിംഗിൾ ഡയറക്ഷനിലാണ്. ഇൻ ദ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ദ റിഫ്ലക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. അപ്പോൾ ഒരു പീസ് ഓഫ് പേപ്പറിൽ ലൈറ്റ് വന്ന് വീഴാണെങ്കിൽ ഏതൊരു പോയിന്റിൽ നിന്നും അതിൻ്റെ റിഫ്ലക്ഷൻ എല്ലാ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് മിറർ ഇറ്റ് ഇസ് ഇൻ വൺ ഡയറക്ഷൻ. ഓൺലി സ്പെക്കുലർ റിഫ്ലക്ടേഴ്സ് ക്യാൻ ക്രിയേറ്റ് ഇമേജസ്. അപ്പോൾ വാട്ടറിൻ്റെ സർഫേസ് അല്ലെങ്കിൽ ഒരു മിറർ ഇത് സ്പെക്കുലർ റിഫ്ലക്ടേഴ്സ് ആയ കാരണം നമ്മൾക്കൊരു ഇമേജ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഡിഫ്യൂസ് റിഫ്ലക്ടറിൽ നമ്മൾക്ക് ഇമേജ് കിട്ടില്ല. എന്ന് വെച്ചാൽ പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ് അല്ലെങ്കിൽ മഡ് ഇതൊക്കെ എന്താണ്? ഡിഫ്യൂസ് റിഫ്ലക്ടേഴ്സ് ആണ്. ദേ വിൽ നോട്ട് ഗിവ് അസ് എൻ ഇമേജ്. നമ്മൾക്ക് അതിൽ നിന്ന് ഒരു ഇമേജ് കിട്ടാൻ സാധ്യതയില്ല. ഇനി നമ്മൾ പ്ലെയിൻ മിറേഴ്സ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പഠിക്കുന്നത്? വി ആർ ലേണിംഗ് അബൌട്ട് കർവ്ഡ് മിറേഴ്സ്. അത് രണ്ട് തരമുണ്ട്, നമ്മളുടെ കോൺകേവ് മിററും കോൺവെക്സ് മിററും. അപ്പോൾ ഡിഫറൻസ് എന്താണ്? രണ്ട് കേസിലും റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്. ഒരു പഴയ പ്ലെയിൻ മിററിൽ എന്തായിരുന്നു? റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്ലാറ്റ് ആയിരുന്നു. അതേ റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്ക് ബൾജ് ആയിരിക്കുകയാണെങ്കിൽ അത് ഒരു കോൺവെക്സ് മിററായി. അത് ഉള്ളിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ അതൊരു കോൺകേവ് മിററായി. ഇത് ഓർമ്മിക്കാൻ എന്താ ചെയ്യേണ്ടത്? യു ആർ ലുക്കിംഗ് ഇൻ ടു എ കേവ്. ഒരു ഗുഹയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ കോൺകേവ് മിറർ. ദി ഓപ്പോസിറ്റ് ഇസ് എ കോൺവെക്സ് മിറർ. ഒരു കോൺവെക്സ് മിററിൽ നിന്നുണ്ടാവുന്നു the reflecting surface is curving out. In a concave mirror, the reflecting surface is curving in. Now, നമ്മളുടെ രണ്ട് കേസിലും കോൺകേവ് മിററിലും കോൺവെക്സ് മിറർ കേസിലും അവർക്കൊരു ഫോക്കസ് ഉണ്ട്. പക്ഷെ ആ ഫോക്കസിൻ്റെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. ഓപ്റ്റിക്സിൽ നിങ്ങൾ ഈ ടേംസ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും, റിയൽ ആൻഡ് ഇമാജിനറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് കേസിലും നമ്മളുടെ ഇൻസിഡൻറ്റ് ബീം എന്ന് വെച്ചാൽ ഈ മിററിനെ ഹിറ്റ് ചെയ്യുന്ന ബീംസ് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇഫ് ദ ബീംസ് നെവർ മീറ്റ് അഗൈൻ എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ബീംസ് ഇപ്പുറത്ത് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ദേ വിൽ നെവർ മീറ്റ് അഗൈൻ, ബട്ട് ദേ സീം ടു ബി ഒറിജിനേറ്റിംഗ് ഫ്രം എ സിംഗിൾ പോയിന്റ്. അവരുടെ ഡയറക്ഷൻ നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ അവരൊരു സിംഗിൾ പോയിന്റിൽ നിന്ന് വരുന്നതാണ് നമുക്ക് തോന്നും. ദാറ്റ് ഈസ് എ ഇമാജിനറി ഫോക്കസ്. എന്ന് വെച്ചാൽ എന്താ? ഈ ലൈറ്റ് റേസ് ആക്ച്വലി പരസ്പരം ഇനി മീറ്റ് ചെയ്യാൻ പോണില്ല. കാരണം എന്താ? ഇതൊരു കോൺവെക്സ് മിറർ ആണ്. പക്ഷേ ഇറ്റ് സീംസ് ടു അസ് ആസ് ഇഫ് ദ ലൈറ്റ് ഇസ് കമ്മിങ് ഫ്രം എ സിംഗിൾ പോയിന്റ്. അതൊരു വെർച്വൽ പോയിന്റ് ആണ്, അതൊരു റിയൽ പോയിന്റ് അല്ല. അപ്പോൾ നമ്മൾ ഓർമ്മ വെക്കുന്നു, ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എന്താണ്? എപ്പോഴും വെർച്വൽ ആവും. ഓൺ ദി അതർ ഹാൻഡ് ദിസ് ഇസ് എ കോൺകേവ് മിറർ. അപ്പോൾ ഇവിടെ അഗൈൻ ലൈറ്റ് റേസ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്നു, മിററിനെ ഹിറ്റ് ചെയ്യുന്നു, ആൻഡ് ദെൻ ദേ ആർ റിഫ്ലെക്റ്റഡ്, but they are reflected in such a way that they are all passing through the same point in space.
there is an actual point. നിങ്ങൾ ഇവിടെ ഒരു പീസ് ഓഫ് പേപ്പർ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റിന്റെ ഒരു പോയിന്റ് അവിടെ കിട്ടും. കാരണം എന്താ, ഈ റേസ് ഒക്കെ വന്നിട്ട് മീറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റിലാണ്. അപ്പോൾ അതൊരു റിയൽ പോയിന്റ് ആണ്. കാരണം എന്താ, ഇറ്റ് ഈസ് ഇൻ എ റിയൽ ലൊക്കേഷൻ ഇൻ സ്പേസ്. ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് എ റിയൽ ഫോക്കസ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ വി ഹാവ് എ റിയൽ ഫോക്കസ്. ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ വി ഹാവ് എ വെർച്വൽ ഫോക്കസ്. ഇനി ചില പെർട്ടിക്കുലർ വേസിൽ ലൈറ്റ് റിയാക്ട് ചെയ്യുന്നു വെൻ ഇറ്റ് ഈസ് ഹിറ്റിംഗ് എ കോൺവെക്സ് ഓർ കോൺകേവ് മിറർ. അത് നമുക്ക് ഇനി മനസ്സിലാക്കാം. ഹൗ ദ ലോ ഓഫ് റിഫ്ലക്ഷൻ വർക്ക്സ് ഫോർ കർവ്ഡ് മിറേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കേസ് എന്താണ്, ഒരു കോൺകേവ് മിറർ ആണ്. ഈ മിററുടെ കേസിൽ ഒരു ലൈറ്റ് ബീം പാരലൽ ആയിട്ട് ട്രാവൽ ചെയ്യണമെന്നതിന്റെ നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. അപ്പോൾ ഏത് കർവ്ഡ് മിററിനെയും 3 പോയിന്റ്സ് ഉണ്ടാവും. നമ്മളുടെ സെന്റർ ഓഫ് കർവേച്ചർ, നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ പോൾ. ഈ 3 പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ലൈനെ നമ്മൾ എന്താ പറയാ, പ്രിൻസിപ്പൽ ആക്സിസ്. ആ പ്രിൻസിപ്പൽ ആക്സിസ് കൊണ്ട് പാരലൽ ആയിട്ട് ഒരു റേ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ട്രാവൽ ത്രൂ ദ ഫോക്കസ്. ഇത് ഇവിടെ മാത്രമല്ല, ഇത് എവിടുന്ന് ആണെങ്കിലും ഇതിന്റെ പാരലൽ ആയിട്ട്, നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആയിട്ട് ഇത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ട്രാവൽ ത്രൂ ദ റിയൽ ഫോക്കസ്. ഓർമ്മ വെക്കുക, കോൺകേവ് മിറർ ഹാസ് എ റിയൽ ഫോക്കസ്. In a situation of convex mirrors, things are a little more complicated. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താ, ഒരു കോൺവെക്സ് മിററുടെ കേസിൽ നിന്നുണ്ടാവണു ഇവിടെ തന്നെ ഒരു പാരലൽ ബീം വന്ന് ഹിറ്റ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ആവണു. പക്ഷെ അത് ഒരിക്കലും ഒരു റിയൽ ഫോക്കസിന് പാസ് ചെയ്യില്ല. പക്ഷെ അതിന്റെ ഡയറക്ഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നുന്നു, ഇറ്റ് സീംസ് ആസ് ഇഫ്, വി ഫീൽ ആസ് ഇഫ് ഇറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം എ വെർച്വൽ ഫോക്കസ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മ വെക്കുക, ഒരു കോൺവെക്സ് മിററുടെ ഫോക്കസ് എന്താണ്, വെർച്വൽ ആണ്. എന്ന് വെച്ചാൽ അതിനെ ഹിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ത് ചെയ്യുന്നത്, ഇറ്റ് അപ്പിയേഴ്സ് ടു ഒറിജിനേറ്റ് ഫ്രം ദി വെർച്വൽ ഫോക്കസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോക്കസിന്റെ കാര്യം പറയണു. ഫോക്കസിന്റെ ത്രൂ ഒരു ലൈറ്റ് ബീം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ നമ്മുടെ കയ്യിൽ ഒരു ലൈറ്റ് ബീം ഉണ്ട്. ആ ഇൻസിഡന്റ് ബീം എന്താ ചെയ്യണേ, ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ഓഫ് ദിസ് മിറർ. ആഫ്റ്റർ ഹിറ്റിംഗ് ദ ഫോക്കസ് വാട്ട് ഇറ്റ് ഇസ് ഡൂയിങ്, ഇറ്റ് ഈസ് റിഫ്ലെക്റ്റഡ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഇത് ഒരു തരത്തിൽ ഏർലിയർ കേസിന്റെ റിവേഴ്സ് ആണ്. ഏർലിയർ കേസിൽ നമ്മൾ എന്താ കണ്ടേ, ഒരു ഇൻസിഡന്റ് റേ പാരലൽ ആയിരുന്നു, അത് നമ്മളുടെ മിററിനെ ഹിറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇറ്റ് ട്രാവൽസ് ടു ദ ഫോക്കസ്. നമ്മൾ ആ സിറ്റുവേഷൻ ഇവിടെ റിവേഴ്സ് ചെയ്യാൻ ചെയ്യുന്നത്. വി ആർ റിവേഴ്സിംഗ് ദാറ്റ് സിറ്റുവേഷൻ. ഹൗ? വി ഹാവ് എ ലൈറ്റ് ബീം ട്രാവലിംഗ് ത്രൂ ദി ഫോക്കസ് ഓഫ് ദിസ് concave mirror. When it passes the focus of the concave mirror, it is now bouncing off, reflecting parallel to the principal axis. This is the reverse of the previous case. The same thing is true even for a convex mirror. Convex mirror എന്തുണ്ടാവുന്നത്, നമ്മൾ ഒരു ഇമാജിനറി പോയിന്റ് ഫോക്കസിന് ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ അത് ഇവിടെ റിഫ്ലക്റ്റ് ആവുമ്പോൾ ഇറ്റ് വിൽ ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ കേസിൽ വെർച്വൽ ഫോക്കസ് ആണ്. അപ്പോൾ ആ വെർച്വൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ നമ്മൾ ലൈറ്റ് ബീം ഫയർ ചെയ്യുകയാണെങ്കിൽ ഒരു കോൺവെക്സ് മിറർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രാവലിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദി കോൺവെക്സ് മിറർ. അപ്പോൾ അടുത്ത മേജർ പോയിന്റ് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ദ നെക്സ്റ്റ് മേജർ പോയിന്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദി സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദി മിറർ. അപ്പോൾ നമ്മളുടെ കർവ്ഡ് മിറർ ഡെഫിനിഷൻ എന്താണ്, നമ്മൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൽ നിന്ന് ഒരു മിറർ മുറിച്ചെടുക്കുകയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് എ കർവ്ഡ് മിറർ. അപ്പോൾ ആ സ്പെറിക്കൽ ഷെല്ലിന് ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്റർ എന്താണ്, സെന്റർ ഓഫ് കർവേച്ചർ. എന്ന് വെച്ചാൽ ആ സെന്ററിൽ നിന്ന് പോൾ വരെ നമ്മൾ ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി മിറർ. അപ്പോൾ ഇമാജിൻ ചെയ്യുക, യു ആർ ഹാവിങ് എ സ്മോൾ സ്ഫിയർ. ലെറ്റ്സ് സേ ഒരു ഫുട്ബോളിന്റെ വലുപ്പമുള്ള സ്ഫിയർ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അതിനെ സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ കിട്ടുന്നത്, ഒരു കർവ്ഡ് മിറർ ആണ് കിട്ടുന്നത്. നമ്മളുടെ ഈ സ്ഫിയർ എത്ര വലുതാവണോ ആ കർവേച്ചർ അത്ര കുറയും. ആ മിറർ അത്ര തന്നെ ഫ്ലാറ്റ് ആയി നമുക്ക് തോന്നും. വളരെ വലിയ സ്ഫിയർ ആണെങ്കിൽ ആ മിറർ വളരെ വളരെ ഫ്ലാറ്റ് ആവും. അപ്പോൾ നമ്മൾ എത്ര അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കുറയ്ക്കണോ അത്ര തന്നെ അതിന്റെ ഫോക്കൽ ലെങ്ത്തും കുറയും. ഈ കേസിൽ വി ഹാവ് എ സ്മോൾ സ്ഫിയർ. നമ്മൾ ഒരു ചെറിയ സ്ഫിയർ ഉണ്ടായിരുന്നു, നമ്മൾ അതിന് സെക്ഷൻ മുറിച്ചെടുത്തു. ആ സ്ഫിയറിന്റെ സെന്റർ എന്താണ്, നമ്മളുടെ സെന്റർ ഓഫ് കർവേച്ചർ. അവിടെ നിന്നാണ് നമ്മൾ ലൈൻ ഡ്രോ ചെയ്തിട്ട് ഫോക്കസും നമ്മളുടെ പ്രിൻസിപ്പൽ പോളിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദാർ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിന്റെ പകുതി എന്താണ്, നമ്മളുടെ ഫോക്കൽ പോയിന്റ് ആണ് ഈ സിസ്റ്റത്തിന്റെ. അപ്പോൾ ഈ കേസിൽ നമ്മളുടെ ഒരു കോൺകേവ് മിറർ ആണ്. ഹിയർ ഇസ് ദ സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ കേസിൽ സെന്റർ ഓഫ് കർവേച്ചർ എവിടെയാണ്, റിയൽ സ്പേസിലാണ്. എന്ന് വെച്ചാൽ ഈ മിററുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ a concave mirror will have a real focus and a real center of curvature. ഈ സിറ്റുവേഷൻ എന്താണ്, റിവേഴ്സ് ആവാ ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ. ഒരു കോൺകേവ് മിററിൽ നിന്നുണ്ടായി നമ്മൾ ഔട്ടർ സർഫേസിൽ നമ്മൾ പോളിഷ് ചെയ്തു. അപ്പോൾ ഉള്ളിൽ നിന്നാണ് നമ്മളുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ആവുന്നത്. ഈ കേസിൽ നമ്മൾ ഔട്ടർ സർഫേസിനാണ് റിഫ്ലക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ കോൺകേവ് മിറർ. ഓർമ്മ വെക്കുക, കോൺകേവ് മിററുടെ കേസിൽ ഒരു ലൈറ്റും ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് എത്താൻ പോകണില്ല.
no light is going to travel through this mirror to this side. But it seems as if this is the virtual origin of the sphere. കാരണം എന്താ, ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്ത, സ്ഫിയറിന്റെ ഔട്ടർ സർഫേസിനാണ് നമ്മൾ പോളിഷ് ചെയ്ത് നോക്കുന്നത്, റിഫ്ലക്റ്റീവ് ആക്കി നോക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ദിസ് ഇസ് എ വെർച്വൽ സെന്റർ ഓഫ് കർവേച്ചർ. നമ്മൾ ഈ സെന്റർ ഓഫ് കർവേച്ചറുടെ ഡയറക്ഷനിൽ ഒരു ബീം ഫയർ ചെയ്യുകയാണെങ്കിൽ അത് അതേ ഡയറക്ഷനിൽ തിരിച്ചു പോകും. ഇറ്റ് വിൽ ഗോ ബാക്ക് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ഇറ്റ് എൻറ്റേർഡ്. അപ്പോൾ അതിൽ ഒരു തരവും ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസിങ് ഉണ്ടാവില്ല, അത് വന്ന വഴിക്കാൻ തിരിച്ചു പോകും. അതേ കേസ് എവിടെ ഉണ്ടാവുന്നത്, നമ്മളുടെ കോൺകേവ് മിററിൽ അതിന് ഉണ്ടാവുന്നു. ഇഫ് യു ഫയർ ആൻ ഇൻസിഡന്റ് റേ through the center of curvature, it will hit the mirror and pass through the center of curvature again. Here it is a real point, here it is a virtual point. Next, നമ്മളുടെ ഈ മിററിന്റെ സെന്റർ നമ്മൾ എന്താ പറയാ, പോൾ എന്നാണ് പറയാ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ പോൾ നമ്മളുടെ സിമ്പിൾ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരുന്നു, ദ ഇൻസിഡന്റ് ബീം ആൻഡ് ദ റിഫ്ലെക്റ്റഡ് ബീം ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ and angle I will be equal to angle R. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള law of reflection ഇവിടെ അപ്ലൈ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് ബോത്ത് കോൺവെക്സ് മിറേഴ്സ് ആൻഡ് കോൺകേവ് മിറേഴ്സ് ഇതിൽ ഒരു ഡിഫറൻസും വരാൻ പോണില്ല. സോ ദീസ് ആർ ദ റേസ് വി യൂസ് ടു ഫിഗർ ഔട്ട് വെയർ ദി ഇമേജ് വിൽ ഫോം. നമ്മൾ റേ ഡയഗ്രം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പ്രിൻസിപ്പൽ റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റേസ് പാസിംഗ് through the focus, rays passing through the center of curvature, rays coming from infinity which are parallel to the principal axis. ഈ rays ആണ് നമ്മൾ ഇനി image formation ന്റെ കേസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. So now we are going to practice some ray diagrams. നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രിൻസിപ്പൽ റേസ് അല്ലെങ്കിൽ ഈ മെയിൻ ആയിട്ടുള്ള റേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ഈ നമ്മളുടെ ഈ ഇമേജ് എവിടെയാണ് ഫോം ആവാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കേസ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ദി ഒബ്ജെക്ട് ഇസ് ആറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ നിങ്ങൾ മാത്സിലി കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും, ഇൻഫിനിറ്റി എന്താണ്, നമ്മൾ എന്ത് ക്വാണ്ടിറ്റി വിചാരിച്ചാലും അതുക്കാട് കൂടുതലാണത്. ഇറ്റ് ഈസ് അൺലിമിറ്റഡ്, റൈറ്റ്, അതിന് ഒരു എൻഡ് ഇല്ല. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, രാത്രി പുറത്തേക്ക് ഇറങ്ങുക, ലുക്ക് അറ്റ് ദ നൈറ്റ് സ്കൈ. അപ്പോൾ നൈറ്റ് സ്കൈ സ്റ്റാർസ് എന്താണ്, വളരെ 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 ദൂരത്തിലാണ് അവർ, ദേ ആർ എക്സ്ട്രീംലി ഫാർ അവേ. സോ ആസ് ഫാർ ആസ് ആർ ഐസ് കൺസേൺഡ്, നമ്മളുടെ കണ്ണുകൾക്ക് എന്താണ്, അവർ ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനി ഒബ്ജെക്ട് വിച്ച് ഇസ് വെരി ഫാർ അവേ ഫ്രം ദ ഐ can be considered at infinity, or very far away from the mirror or lens is at infinity. So a child can ask, sir, ഒരു ഒബ്ജക്റ്റ് 1 kilometer away ആണ്, അത് ഇൻഫിനിറ്റ് ആണോ, അല്ലെങ്കിൽ 2 kilometers away ആണ്, അത് ഇൻഫിനിറ്റ് ആണോ? അപ്പോൾ ഈ കേസിൽ നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യേണ്ട കാരണം എന്താണ്, വൈ ഡു വി യൂസ് ഇൻഫിനിറ്റി? ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അതിന് ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും. ആ പ്രോപ്പർട്ടി എന്താ, ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ പരസ്പരം പാരലൽ ആവും. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു റിമെമ്പർ. നമ്മൾ പറയണു ആൻ ഒബ്ജക്ട് ഇസ് ആൻ ഇൻഫിനിറ്റി, അതിന്റെ അർത്ഥം എന്താ, ആ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ എന്താണ്, പരസ്പരം അവർ പാരലൽ ആവണു. ദിസ് ഈസ് വെരി സിംപ്ലിഫൈങ്. നമ്മളുടെ അനാലിസിസ് വളരെ സിമ്പിൾ ആവാൻ ചെയ്യുന്നത് ഈ കാരണം കൊണ്ട്, കാരണം ആ റേസിന് പരസ്പരമായിട്ടുള്ള ഒരു ആംഗിൾ ഇല്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു ദർ ഇസ് എൻ ഒബ്ജക്ട് വെരി വെരി ഫാർ അവേ, വളരെ ദൂരത്തൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ഫോർ ആർ മിറർ, ഫോർ ദിസ് മിറർ ഇറ്റ് ഈസ് ആറ്റ് ഇൻഫിനിറ്റി. എന്ന് വെച്ചാൽ ആ മിററിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റ് റേസ് എന്താണ്, പരസ്പരം പാരലൽ ആണ്. സോ ഇൻ ദാറ്റ് കേസ് ഈ ലൈറ്റ് റേസ് ഇവിടെ മിററിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ദേ വിൽ ബി ഫോക്കസ്ഡ്, ദേ വിൽ ഓൾ കൺവേർജ്, ദേ വിൽ ഓൾ കം ടുഗെദർ ആറ്റ് ദ റിയൽ ഫോക്കസ് ഓഫ് ദിസ് മിറർ. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അതിന് വരുന്ന റേസ് ഒക്കെ എവിടെയാണ് ഫോക്കസ് ആവുന്നത്, അറ്റ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ദി കോൺകേവ് മിറർ. നിങ്ങൾ റിയൽ ലൈഫിൽ ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ കയ്യിൽ ഒരു കോൺകേവ് മിറർ ഉണ്ടെങ്കിൽ അതിന്റെ ഫോക്കസിൽ നിങ്ങൾ സൺലൈറ്റ് അതിൽ വെക്കുകയാണ്, നിങ്ങൾ വെയിലത്തിലേക്ക് പോയിട്ട് സൺ അതിനെ കാണിക്കുകയാണെങ്കിൽ അതിന്റെ ഫോക്കസ് നിങ്ങൾ പേപ്പർ വെക്കുകയാണെങ്കിൽ ആ പേപ്പർ തീ പിടിക്കും. കാരണം എന്താ, സണ്ണിൽ നിന്ന് ലൈറ്റ് റേസ് എല്ലാവരും കോൺസെൻട്രേറ്റ് ആവേണ്ടത് എവിടെയാണ്, ഫോക്കസിലാണ് ആവേണ്ടത്. അപ്പോൾ അവിടെ ചൂട് കൂടിയിട്ട് അവിടെ ദ paper will catch fire because all the light energy, all light beams are converging together at the focus of the concave mirror. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ്. ഏറ്റവും ആദ്യത്തെ കേസ്, the object is at infinity. അടുത്ത കേസ് ആണ് നമ്മളുടെ the object is beyond center of curvature. അപ്പോൾ you can ask, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാം, സർ what is the difference between the object at infinity and the object beyond C? I don't see the difference. ഈ കേസിലും അത് ഇപ്പുറത്ത് തന്നെയാണ്, ഈ കേസും അത് ഇപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഓർമ്മ വെക്കുക, whenever we say an object is at infinity, അതിന്റെ അർത്ഥം എന്താണ്, ഒബ്ജക്ട് ഇൻഫിനിറ്റിയിലാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ, അതിൽ നിന്ന് പറഞ്ഞ ലൈറ്റ് റേസ് പരസ്പരം പാരലൽ ആവും, അവർക്ക് പരസ്പരം ഒരു ആംഗിൾ ഉണ്ടാവില്ല. ഈ കേസിൽ എന്താണ്, ദി ഒബ്ജക്ട് ഇസ് സ്റ്റിൽ ബിയോണ്ട് സി, ഇപ്പോഴും ഒബ്ജക്ട് ഇപ്പുറത്ത് തന്നെയാണ്, പക്ഷേ അതിൽ നിന്ന് വരുന്ന ഏത് പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പരസ്പരം പാരലൽ അല്ല.
you can see that there is an angle between the two incident rays from this point on the object. അപ്പോൾ ഇത് ഇൻഫിനിറ്റി അല്ല, this object is beyond C, but it is not at infinity. The light rays have an angle between them. ഈ റേസിന് പരസ്പരമായിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ട്. ഈ കേസിൽ പാരലൽ ആയിട്ട് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആയിട്ടുള്ള റേ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഇസ് ട്രാവലിംഗ് ത്രൂ ദി ഫോക്കസ് ഓഫ് ദിസ് കോൺകേവ് മിറർ. ഓൺ ദി അതർ ഹാൻഡ് നമ്മളുടെ കയ്യിൽ ഒരു സെന്റർ ഓഫ് കർവേച്ചർ ത്രൂ ഒരു റേ പോണ്ട്. അതെന്ത് ചെയ്യുന്നു? നമ്മളെന്താ പഠിച്ചേ? ഇറ്റ് വിൽ ബൗൺസ് സ്ട്രേറ്റ് ബാക്ക്. പോയ വഴിക്ക് തന്നെ തിരിച്ചത് പോവും. അപ്പൊ എന്തുണ്ടാവണു? ഈ രണ്ട് റേസ് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് എവിടെ മീറ്റ് ചെയ്യണേ? അതാണ് നമ്മളുടെ ഇമേജ് പോയിന്റ്. ഇത് ഓർമ്മ വെക്കുക. ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ മീറ്റ് ആറ്റ് എ റിയൽ പോയിന്റ് or appear to meet at an imaginary point. ഒരു മിററിനെ ഹിറ്റ് ചെയ്തിട്ട് ഈ ലൈറ്റ് റേസ് പരസ്പരം എവിടെയെങ്കിലും തട്ടും. അത് റിയൽ സ്പേസിലും ആവാം, അത് വെർച്വൽ സ്പേസിലും ആവാം. അവർ പരസ്പരം മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മളുടെ ഇമേജ് പോയിന്റ്. അപ്പോൾ ഈ കേസിൽ ഒന്നുകൂടി നോക്കാം. ഒരു റേ പാരലൽ ആയിട്ട് ട്രാവൽ ചെയ്യുന്നു, അത് ഹിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഫോക്കസിന്റെ ത്രൂ ആണ് ട്രാവൽ ചെയ്യുന്നത്. മറ്റൊരു റേ ട്രാവൽ എവിടെ ചെയ്തത്? നമ്മളുടെ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന്. അവിടെ നിന്ന് തിരിച്ച് തന്നെ ആ വഴിക്ക് തന്നെ അത് പോയി. ഈ രണ്ട് കേസിൽ ഈ രണ്ട് ലൈറ്റ് റേ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പോയിന്റ് A'-ലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്? മിററിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇമേജ് കിട്ടുന്നു. ഈ ഇമേജ് നമുക്ക് സ്ക്രീനിൽ എടുക്കാൻ പറ്റും. വി ക്യാൻ സീ ദ ഇമേജ് ഓൺ എ സ്ക്രീൻ. സോ ഇറ്റ് ഇസ് എ റിയൽ ഇമേജ്. അതൊരു റിയൽ ഇമേജ് ആണ്. രണ്ടാമത്തെ കാര്യം, ദ ഇമേജ് ഇസ് സ്മോളർ ദാൻ ദി ഒബ്ജെക്ട്. ഇമേജിന്റെ സൈസ് എന്താണ്? ഒബ്ജെക്ട് കാർഡും ചെറുതാണ്. സോ ഇറ്റ് ഇസ് എ ഡിമിനിഷ്ഡ് ഇമേജ്. എന്ന് വെച്ചാൽ അതൊരു ചെറിയ ഇമേജ് ആണ്. സെക്കൻഡ് കാര്യം, ഈ ഇമേജ് ഇൻവേർട്ടഡ് ആണ്. എന്ന് വെച്ചാൽ ഈ ഒബ്ജെക്ട് സ്ട്രേറ്റ് ആണെങ്കിൽ this object is exactly the opposite. So we are getting a real image, we are getting an inverted image, and we are getting a diminished image. ഒരു real image ആണ്, അത് inverted ആണ്, reversed ആണ് താഴേക്ക്, and it is a diminished image. അതൊരു ചെറിയ ഇമേജ് ആണ്. ഒബ്ജക്റ്റ് കാർഡും ഒരു ചെറിയ ഇമേജ് ആണത്. Now we keep coming closer to the mirror. നമ്മൾ ആദ്യം ഇൻഫിനിറ്റിയിലായിരുന്നു, പിന്നെ നമ്മൾ ബിയോണ്ട് സി എത്തി. ഇനി നമ്മൾക്ക് സി പോയിന്റിലേക്ക് എത്താൻ പറ്റും. നമ്മൾക്ക് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് എത്തി നോക്കാം എന്തുണ്ടാവാൻ പോണേ. സോ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? വി ആർ കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി, ദി ഒബ്ജക്ട് ഇസ് കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. ആദ്യം ഒബ്ജക്ട് ബിയോണ്ട് സി ആയിരുന്നു, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ എക്സാക്ട്ലി സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് കൊണ്ടുവന്നു. വി ഹാവ് ബ്രോട്ട് ദി ഒബ്ജക്ട് എക്സാക്ട്ലി ടു ദ സെന്റർ ഓഫ് കർവേച്ചർ ആസ് യു കൻ സി. സോ ഇൻ ദിസ് കേസ് അഗൈൻ ഒരു ഇമേജ് ഫോം ചെയ്യാൻ റിമെമ്പർ വി നീഡ് 2 rays മിനിമം, റൈറ്റ്? വി റിക്വയർ 2 rays ഫ്രം ദ സെയിം പോയിന്റ് ഓൺ ദി ഒബ്ജക്ട്. അപ്പോൾ നമ്മൾ ഒരു റേ എടുത്തു. ആ റേ എന്താ ട്രാവൽ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ട്രാവലിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, അതിന്റെ പാരലൽ ആണ്. അപ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ ആയിട്ട് എവിടെ ട്രാവൽ ചെയ്യുന്നു? അത് ഇറ്റ് ഈസ് ട്രാവലിംഗ് ത്രൂ ദ ഫോക്കസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനദർ ബീം ഇസ് ഓൾസോ ട്രാവലിംഗ് ത്രൂ ദ ഫോക്കസ്. ഫോക്കസ് ട്രാവൽ ചെയ്താൽ എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ട്രാവൽ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ദീസ് 2 rays ആർ മീറ്റിംഗ് അറ്റ് ദിസ് പോയിന്റ് A'. If you actually make this diagram, നിങ്ങൾ ഈ diagram practice ചെയ്യുകയാണെങ്കിൽ, which is very important for your exam, please practice all these diagrams by yourself. You will see that these 2 points are the same. എന്ന് വെച്ചാൽ നമ്മളുടെ ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചർ പ്ലേസ് ചെയ്തതാണെങ്കിൽ അതിന്റെ ഇമേജും എവിടെ പ്ലേസ് ആവാം? സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെ പ്ലേസ് ആവും. അപ്പോൾ ഈ ഇമേജിന്റെ നേച്ചർ എന്താണ്? അതിന്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ദി ഇമേജ് ഇസ് ഫോമിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി concave mirror. It is forming in real space. Real space ലാണ് ഇത് ഇമേജ് ഫോം ആവുന്നത്. So it is a real image. രണ്ടാമത്തെ കാര്യം, the image is clearly inverted. The image is upside down. മൂന്നാമത്തെ കാര്യം, the image is the same size as the object. എന്ന് വെച്ചാൽ ഒബ്ജക്ട് സൈസും ഇമേജ് സൈസും എക്സാക്ട്ലി സെയിം ആണ്. ഇതൊരു മാഗ്നിഫൈഡ് ഇമേജും അല്ല, ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജും അല്ല. The object and image have the exact same size. So now we will move even closer, right? We were at the center of curvature. നമ്മൾ ഇനി അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം അടുത്ത കേസ് എന്താവുമെന്ന്. We keep getting closer to the mirror. നമ്മൾ മിററിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഇൻഫിനിറ്റിയിലായിരുന്നു, പിന്നെ ബിയോണ്ട് സി വന്നു, പിന്നെ നമ്മൾ പോയിന്റ് സിയിലേക്ക് എത്തി. ഇനി അതിന്റെ അടുത്ത് നമ്മൾ പോയി, വിച്ച് ഇസ് ബിറ്റ്വീൻ പോയിന്റ് സി ആൻഡ് പോയിന്റ് എഫ്. അപ്പോൾ ഇവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കേസാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇഫ് വി ടേക്ക് എ റേ ഫ്രം ദിസ് പോയിന്റ്, നമുക്ക് എത്രയാണ് വേണ്ടത്? വി റിക്വയർ 2 rays. So if we take one ray which is in line with center of curvature, so this ray is in line center of curvature, it will bounce back along the exact same path. It will bounce along the same path and come here. Where ray endana, mette ray endana, it is parallel to the center of curvature. So after hitting the mirror, it will pass through the focus. So if you practice this diagram, നിങ്ങൾ diagram വരയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവണം? ഈ രണ്ട് റേ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? നമ്മളുടെ ഇമേജ് പോയിന്റ് ആണ്. സോ ഹിയർ വാട്ട് ഡു യു സീ? യു സീ ദാറ്റ് ദിസ് ഇസ് ഇൻ റിയൽ സ്പേസ്. എന്താണ്? നമ്മളുടെ മിററിന്റെ ഇങ്ങോട്ടാണ്, ഇൻ റിയൽ സ്പേസ് ആണ്. സോ ദിസ് ഇസ് എ റിയൽ ഇമേജ്. സെക്കൻഡ് കാര്യം,
ഇതിന്റെ സൈസ് എന്താണ്? ചെറുതാണോ വലുതാണോ? ദിസ് ഇസ് ബിഗർ, റൈറ്റ്? ഏർലി കേസിൽ എന്തായിരുന്നു? സെയിം സൈസിന് ചെറുതാണോ? ഇവിടെ ദിസ് ഇസ് ബിഗർ ദാൻ ദി ഒബ്ജക്ട് ഹൈറ്റ്. എ ഡാഷ് എ കാർഡും കൂടുതലാണ്. സോ ദിസ് ഇസ് എ മാഗ്നിഫൈഡ് ഇമേജ്. ഇറ്റ് ഈസ് ലാർജർ ദാൻ ദി ഒബ്ജക്ട്, റൈറ്റ്? So here you have an image which is in real space. It is also magnified. It is bigger. വലുതാണ് മറ്റേ ഒബ്ജക്ട് കാർഡും. And it is inverted also. Upside down ആണ്. So when you are placing an object between the center of curvature and the focus, you are getting a real image, you are getting an inverted image, and you are getting a magnified image. എന്ന് വെച്ചാൽ ഒബ്ജക്ട് കാർഡും വലിയൊരു ഇമേജാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. So why stop now? നമ്മൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. We have come so close. Let's travel even closer. So what happens now? നമ്മൾ ഈ ഒബ്ജക്റ്റിന് ഫോക്കസ് കൊണ്ടുവന്ന് ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. So the object is at the focus now. നമ്മുടെ ഒബ്ജക്ട് ഫോക്കസിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? If a ray is traveling through the focus, it will emerge parallel to the principal axis. ഈ കേസിൽ നമ്മളുടെ കയ്യിൽ ഒരു റേ എന്താണ്? It is traveling in the same direction as center of curvature. It is going back along center of curvature. And വേറൊരു റേ എന്താ ചെയ്യുന്നത്? It is parallel to the principal axis. It is traveling through the focus. So if you actually create this diagram, നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ കാണാം? രണ്ട് റിഫ്ലക്റ്റഡ് റേസും പരസ്പരം പാരലൽ ആണ്. They are parallel to each other. So in the very first case, നമ്മൾ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് എന്തായിരുന്നു? പരസ്പരം പാരലൽ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. ഇവിടെ റിവേഴ്സ് ആണ്. ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ആയിട്ടുള്ള റേസ് എന്താണ്? പരസ്പരം പാരലൽ ആണ്. അപ്പോൾ ഇമേജ് എവിടെ ഫോം ആവാം? ദി ഇമേജ് വിൽ ഫോം ആറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ലാസ്റ്റ് കേസ്, ദ ഒബ്ജക്റ്റ് ഹാസ് കം ക്ലോസർ ആൻഡ് ക്ലോസർ ആൻഡ് ക്ലോസർ. ഇറ്റ് ഈസ് സോ ക്ലോസ്. അതിന് എവിടെയാണ്? ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ ആണ്. അപ്പോൾ ഇപ്പം ഇനി എന്തുണ്ടാവുന്നു? ദിസ് ഇസ് എ സ്പെഷ്യൽ കേസ് ഫോർ എ കോൺകേവ് മിറർ. കാരണം എന്താ? ബാക്കി എല്ലാ കേസിലും യു ആർ ഗെറ്റിംഗ് എ real image on the other side, but in this case you will be getting a virtual image. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം why is this case special. ഈ കേസിൽ മാത്രം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് കിട്ടുന്നത്. Let's look at the object. We are taking, again we read two rays. We take one ray traveling in the same direction as the center of curvature. അപ്പോൾ ഒരു റേ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്തു? It is coming back along the exact same path. മറ്റേ റേ എന്താ ട്രാവൽ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഹിറ്റിംഗ് ദ പോൾ ഓഫ് ദിസ് മിറർ. ഇവിടെ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ഇഫ് ദ റേ ഇസ് ഹിറ്റിംഗ് ദ പോൾ ഓഫ് ദ മിറർ, ഇറ്റ് വിൽ സിംപ്ലി ഫോളോ ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇൻസിഡന്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് ആംഗിൾ. അപ്പോൾ ഈ കേസ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് എന്താണ്? ഈ രണ്ട് ലൈറ്റ് റേസ് ഒരിക്കലും ഇനി മീറ്റ് ചെയ്യില്ല. ദേ ആർ ഡൈവേർജിങ് ഇൻ സ്പേസ്, റൈറ്റ്? സ്കൂൾ കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഡിഫറെന്റ് ഡയറക്ഷനിൽ പോകും ലൈഫിൽ. അപ്പോൾ യു ആർ ഡൈവേർജിങ്. യു മേ നോട്ട് മീറ്റ് അഗൈൻ. These two light rays are the same. They will not meet again in real space. But if you produce their path backwards, അതിന്റെ നമ്മൾ അതിന്റെ ലൈറ്റ് റേയുടെ പാത്ത് പിന്നിലേക്ക് നമ്മൾ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ we are getting a imaginary virtual point behind the mirror. നോട്ട് ചെയ്യുക, no light is actually coming from here. ഇതൊരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. ഒരു ലൈറ്റും പിന്നിൽ വരാൻ പോണില്ല. പക്ഷേ to our eye it seems as if the light is coming from behind the mirror because this is a virtual image point. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ കാണുന്നത്? The image is straight up, അല്ലേ? ഒബ്ജക്റ്റും straight up ആണ്, ഇമേജും straight up ആണ്. So this is not an inverted image. This is an erect image. മറ്റേ കാര്യം, it is behind the mirror, so it is a virtual image and it is bigger than the object. Image size എന്താണ്? ഒബ്ജക്റ്റ് കാർഡും കൂടുതലാണ്. So this is a magnified image. So I hope this session was able to solve some of your questions and doubts regarding this topic. I hope you understood how to prepare this topic for the exam. ഓർമ്മ വെക്കുക, ray diagrams are very very important. നിങ്ങൾ അത് എത്ര പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും, നിങ്ങളുടെ കൺസെപ്റ്റൽ ഡൗട്ട്സ് അത്ര തന്നെ ക്ലിയർ ആവും. If you have any questions, any doubts, please feel free to visit us at manoramahorizon.com. We are eager to help you. Thank you and I'll see you again. Manorama Horizon. Learning made simple.